കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 STD4 മലയാളം എക്സാം ആണ് നാളെ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അവസാന ഘട്ട ഒരുക്കത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, എല്ലാവരും റെഡിയാണോ? യെസ്, ഓക്കെ. നമുക്ക് ആദ്യം ഓരോ പാഠഭാഗങ്ങളും എഴുതിയത് ആരാണ്, ഏത് കഥ അല്ലെങ്കിൽ ഏത് കവിതാഭാഗത്തിലുള്ളതാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. 1ാമത്തെ യൂണിറ്റ് ഏതായിരുന്നു? അമൃതം. 1ാമത്തെ യൂണിറ്റ് അമൃതമായിരുന്നു. അമൃതത്തിൽ 3 പാഠങ്ങളാണുള്ളത്. വെണ്ണക്കണ്ണൻ, സ്നേഹം താൻ ശക്തി, കുടയില്ലാത്തവർ. ഏതൊക്കെയാ? വെണ്ണക്കണ്ണൻ, സ്നേഹം താൻ ശക്തി, കുടയില്ലാത്തവർ. ഇതിൽ വെണ്ണക്കണ്ണൻ എഴുതിയതാരാ? ചെറുശ്ശേരി. വെണ്ണക്കണ്ണൻ എഴുതിയത് ചെറുശ്ശേരിയാണ്. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് വെണ്ണക്കണ്ണൻ. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നും എടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് വെണ്ണക്കണ്ണൻ. സ്നേഹം താൻ ശക്തി. സ്നേഹം താൻ ശക്തി എഴുതിയതാരാ? നിത്യചൈതന്യയതി. നിത്യചൈതന്യയതിയാണ് എഴുതിയത്. ഇത്തിരി കാര്യം എന്നുള്ളതിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് സ്നേഹം താൻ ശക്തി. നിത്യചൈതന്യയതി എഴുതിയ ഇത്തിരി കാര്യം അതിലെ ഒരു ഭാഗമാണ് സ്നേഹം താൻ ശക്തി. 3ാമത്തെ പാഠം കുടയില്ലാത്തവർ. കുടയില്ലാത്തവർ ആരുടേതാണ്? ONV കുറുപ്പ്. കുടയില്ലാത്തവർ ആരുടേതാണ്? ONV കുറുപ്പിന്റെ ഞാൻ അഗ്നിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് കുടയില്ലാത്തവർ. ONV കുറുപ്പിന്റെ ഞാൻ അഗ്നി എന്നതിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് കുടയില്ലാത്തവർ. അപ്പോൾ അമൃതത്തിൽ 3 പാഠങ്ങൾ ഉണ്ടായിരുന്നു. വെണ്ണക്കണ്ണൻ, ചെറുശ്ശേരി എഴുതിയ വെണ്ണക്കണ്ണൻ, നിത്യചൈതന്യയുടെ സ്നേഹം താൻ ശക്തി, ONV കുറുപ്പിന്റെ കുടയില്ലാത്തവർ. ഇപ്പോൾ വെണ്ണക്കണ്ണൻ എടുത്തിട്ടുള്ളത് കൃഷ്ണഗാഥയിൽ നിന്നുമാണ്. സ്നേഹം താൻ ശക്തി ഇത്തിരി കാര്യം എന്നതിലുള്ളതാണ്. കുടയില്ലാത്തവർ ഞാൻ അഗ്നി എന്നതിൽ നിന്നും എടുത്തതാണ്. ഓക്കെ, തെറ്റില്ലല്ലോ? തെറ്റില്ല. 2ാമത്തെ യൂണിറ്റ് ഏതായിരുന്നു? ഹരിതം. ഹരിതം. ആദ്യത്തേത് അമൃതം, 2ാമത്തേത് ഹരിതം. ഹരിതത്തിൽ 2 പാഠങ്ങളാണ് ഉണ്ടായിരുന്നത്. എൻ്റെ പനിനീർച്ചെടി, ഞാവൽക്കാട്. 2 എൻ്റെ പനിനീർച്ചെടി, ഞാവൽക്കാട്. എൻ്റെ പനിനീർച്ചെടി ആരുടേതാണ്? മേരി ജോൺ കൂത്താട്ടുകുളം. മേരി ജോൺ കൂത്താട്ടുകുളം. മേരി ജോൺ കൂത്താട്ടുകുളം എഴുതിയ അന്തിനക്ഷത്രം അതിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് എൻ്റെ പനിനീർച്ചെടി. മേരി ജോൺ കൂത്താട്ടുകുളം എഴുതിയ അന്തിനക്ഷത്രം അതിലെ ചെറിയൊരു ഭാഗമാണ് എൻ്റെ പനിനീർച്ചെടി. ഞാവൽക്കാട്. ഞാവൽക്കാട് എഴുതിയതാരാ? പിണ്ടാണി NB പിള്ള. പിണ്ടാണി NB പിള്ളയാണ് ഞാവൽക്കാട് എഴുതിയത്. അപ്പോൾ പിണ്ടാണി NB പിള്ള എഴുതിയ കാടുണരുന്നു അതിലെ ഒരു ഭാഗമാണ് ഞാവൽക്കാട്. പിണ്ടാണി NB പിള്ള എഴുതിയ കാടുണരുന്നു എന്നതിലൊരു ഭാഗമാണ് ഞാവൽക്കാട്. ഹരിതത്തിൽ 2 പാഠങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ പനിനീർച്ചെടി, ഞാവൽക്കാട്. എൻ്റെ പനിനീർച്ചെടി എഴുതിയതാരാ? മേരി ജോൺ കൂത്താട്ടുകുളം. മേരി ജോൺ കൂത്താട്ടുകുളം എഴുതിയ അന്തിനക്ഷത്രം അതിലെ ഒരു ഭാഗമാണ് എൻ്റെ പനിനീർച്ചെടി. ഞാവൽക്കാടോ? പിണ്ടാണി NB പിള്ള എഴുതിയ കാടുണരുന്നു എന്നതിലെ ഒരു ഭാഗമാണ് ഞാവൽക്കാട്. ഇനി 3ാമത്തെ യൂണിറ്റ്. 3ാമത്തെ യൂണിറ്റ് ഏതായിരുന്നു? മഹിതം. 3ാമത്തേത് ഏതായിരുന്നു? മഹിതം. മഹിതത്തിൽ 2 പാഠങ്ങൾ ഉണ്ടായിരുന്നു. പത്തായം, ഓമനയുടെ ഓണം. ഏതൊക്കെയാ? പത്തായം, ഓമനയുടെ ഓണം. പത്തായം എഴുതിയതാരാ? മുരളീധരൻ തഴക്കര. മുരളീധരൻ തഴക്കരയാണ് പത്തായം എഴുതിയത്. മുരളീധരൻ തഴക്കരയുടെ ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ അതിൽ നിന്നും എടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് പത്തായം.
മുരളീധരൻ തഴക്കര എഴുതിയ ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ, അതിൽ നിന്നും എടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് പത്തായം. ഓമനയുടെ ഓണം. ഓമനയുടെ ഓണം എഴുതിയതാരാ? ഏറ്റുമാനൂർ സോമദാസൻ. ഏറ്റുമാനൂർ സോമദാസൻ. ഏറ്റുമാനൂർ സോമദാസൻ എഴുതിയ ഏറ്റുമാനൂർ സോമദാസിന്റെ കവിതകൾ, അതിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഓമനയുടെ ഓണം. അപ്പോൾ 3 യൂണിറ്റ് നമ്മൾ പഠിച്ചു. ഒന്നാമത്തേത് അമൃതം. അമൃതത്തിൽ വെണ്ണക്കണ്ണൻ, സ്നേഹം താൻ ശക്തി, കുടയില്ലാത്തവർ. ചെറുശ്ശേരിയാണ് വെണ്ണക്കണ്ണൻ എഴുതിയത്. നിത്യ ചൈതന്യയാദിയാണ് സ്നേഹം താൻ ശക്തി എഴുതിയത്. ONV കുറുപ്പാണ് കുടയില്ലാത്തവർ എഴുതിയത്. അപ്പോൾ ഞാൻ അഗ്നിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് കുടയില്ലാത്തവർ. ഇത്തിരി കാര്യത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് സ്നേഹം താൻ ശക്തി. കൃഷ്ണഗാഥയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് വെണ്ണക്കണ്ണൻ. ഹരിതത്തിലുള്ള 2 പാഠങ്ങൾ എൻ്റെ പനിനീർ ചെടി, ഞാവൽക്കാട്. മേരി ജോൺ കൂത്താട്ടുകുളം എഴുതിയ അന്തി നക്ഷത്രത്തിലെ ഒരു ഭാഗമാണ് എൻ്റെ പനിനീർ ചെടി. പിണ്ടാണി NB പിള്ള എഴുതിയ ഞാവൽക്കാടിലെ ഒരു ഭാഗമാണ്, കാടുണരുന്നു എന്നതിലൊരു ഭാഗമാണ് ഞാവൽക്കാട്. മൂന്നാമത്തേത് മഹിതം. മഹിതത്തിൽ 2 പാഠങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തേത് മുരളീധരൻ തഴക്കര എഴുതിയ ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ എന്നതിലൊരു ഭാഗമാണ് പത്തായം. ഏറ്റുമാനൂർ സോമദാസൻ എഴുതിയ ഏറ്റുമാനൂർ സോമദാസന്റെ കവിതകൾ, അതിലൊരു ഭാഗമാണ് ഓമനയുടെ ഓണം. 1 മാർക്കിന് ചോദിക്കും. തെറ്റിക്കില്ലല്ലോ? ആരും തെറ്റിക്കില്ലല്ലോ? യെസ്. അടുത്ത ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. പ്രാചീന കവിത്രയങ്ങളിൽ ഉൾപ്പെട്ടതാര്? ഇവിടെ 3 പേര് നൽകിയിട്ടുണ്ട്. പ്രാചീന കവിത്രയങ്ങളിൽ ഉൾപ്പെട്ടതാര്? ഉള്ളൂർ, ചെറുശ്ശേരി, വള്ളത്തോൾ. എപ്പോഴും ഓർമ്മിക്കുക, വെണ്ണക്കണ്ണൻ എഴുതിയതാരാ? ചെറുശ്ശേരി. ചെറുശ്ശേരിയാണ് പ്രാചീന കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട ഒരാൾ. അപ്പൊ വെണ്ണക്കണ്ണൻ എഴുതിയ ചെറുശ്ശേരി പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ട ഒരാളാണ്. കൃഷ്ണഗാഥയുടെ രചയിതാവ് ആരാണ്? കൃഷ്ണഗാഥയുടെ രചയിതാവ് ആരാണ് കൃഷ്ണഗാഥ രചിച്ചത്? കൃഷ്ണഗാഥയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് വെണ്ണക്കണ്ണൻ. ആരാണ് കൃഷ്ണഗാഥ രചിച്ചത്? ചെറുശ്ശേരി. ആരാണ്? ചെറുശ്ശേരി. 2007 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവി ആര്? 2007 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവി നിങ്ങൾക്കറിയാം. ഞാൻ അഗ്നി എന്നതിൽ നിന്നും എടുത്തിട്ടുള്ള കുടയില്ലാത്തവർ എഴുതിയതാരാ? യെസ്, ONV കുറുപ്പ്. ആരാണ്? ONV കുറുപ്പ്. തെറ്റിക്കില്ലല്ലോ? അടുത്ത ചോദ്യം, വായസം അല്ല, പായസമല്ല, വായസമാണ്. പായെന്നാ വിചാരിക്കരുത്, വായാണ് കേട്ടോ. പായസം എന്ന് ടീച്ചർ പറയാൻ കാരണം നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. പായസമല്ല, വായസം. വായസം കാകൻ എന്ന വാക്കിന്റെ അർത്ഥം. വായസം എന്ന് പറഞ്ഞാലും കാകൻ എന്ന് പറഞ്ഞാലും അത് ഏത് വാക്കാണ്? ഏത് വാക്കിന്റെ അർത്ഥങ്ങളാണ്? കാക്ക. ഏതാണ്? കാക്ക. വായസം എന്ന് പറയുന്നതും കാക്കയാണ്, കാകൻ എന്ന് പറയുന്നതും കാക്കയാണ്. വായനാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ചരമദിനമാണ്? വായനാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ചരമദിനം? PN പണിക്കർ. PN പണിക്കർ. വിത്തുമായി ബന്ധപ്പെട്ട 2 പഴഞ്ചൊല്ലുകൾ എഴുതുക. വിത്തുമായി ബന്ധപ്പെട്ട 2 പഴഞ്ചൊല്ലുകൾ ഏതൊക്കെയാണ്? വിത്തുഗുണം, പത്തുഗുണം. വിത്തുഗുണം, പത്തുഗുണം. വിത്താഴം ചെന്നാൽ പത്തായം നിറയും. ആഴത്തിൽ വിത്ത് ചെന്നാൽ നല്ല വിളവുണ്ടാകും, അങ്ങനെ പത്തായം നിറയും. അതാണ് വിത്താഴം ചെന്നാൽ പത്തായം നിറയും. വിത്തുഗുണം, പത്തുഗുണം. ഓക്കെ. അടുത്ത, കാട്ടിനെതിരെയുള്ള അതിക്രമങ്ങൾക്ക് നേരെ പോസ്റ്റർ തയ്യാറാക്കുക. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു റെക്റ്റാങ്കിൾ, ഒരു പോസ്റ്റർ പോലെ ഇങ്ങനെ വരയ്ക്കുക, താഴെ ഒരു സ്റ്റിക്ക് പോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ. ആയിട്ട് നിങ്ങൾക്ക് പിക്ചർ വരയ്ക്കാം. ഈ കാട്ടിനെതിരെയുള്ള അതിക്രമങ്ങൾ, അപ്പോൾ മരം മുറിക്കുന്ന പിക്ചർ, മൃഗങ്ങളെ വെടിവെച്ച് വീഴ്ത്തുന്ന പടം, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ചിത്രം വരയ്ക്കാം. കാട്ടിനെതിരെയുള്ള അതിക്രമങ്ങൾക്ക് നേരെ പോസ്റ്റർ തയ്യാറാക്കുക. ചിത്രം വരച്ച ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതാം. ഇപ്പോൾ ടീച്ചറുടെ 2 സെന്റൻസുകൾ പറയാം. കാടുകൾ വെട്ടി തെളിക്കല്ലേ, പക്ഷിക്കൂട് തകർക്കല്ലേ, ജീവികളെ കൊന്നൊടുക്കല്ലേ. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പിക്ചർ കൂടി ചേർക്കാം. കാടുകൾ വെട്ടി തെളിക്കല്ലേ, പക്ഷിക്കൂട് തകർക്കല്ലേ, ജീവികളെ കൊന്നൊടുക്കല്ലേ. കാടുകൾ വെട്ടി തെളിച്ചാൽ പക്ഷിക്കൂട് ഉണ്ടാവോ? ഇല്ല, പക്ഷിക്കൂട് തകരും. പക്ഷിക്കൂട്, നമ്മുടെ എല്ലാം കാടൊക്കെ നശിച്ചാൽ ജീവികൾ ഉണ്ടാവോ? ഇല്ല, ജീവികളും നശിക്കും. അപ്പോൾ അതാണ് പറയുന്നത്, കാടുകൾ വെട്ടി തെളിക്കല്ലേ, പക്ഷിക്കൂട് തകർക്കല്ലേ, ജീവികളെ കൊന്നൊടുക്കല്ലേ.
ഇവിടെ നിങ്ങൾക്ക് ചിത്രം കൂടി വരയ്ക്കാം കേട്ടോ. ഇത് കാട്ടിനെതിരെയുള്ള അതിക്രമങ്ങൾക്ക് നേരെ പോസ്റ്റർ തയ്യാറാക്കാനാണ്. അതുപോലെ കാടും ജലവും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കാട്ടുമൃഗങ്ങൾ തയ്യാറാക്കിയ പോസ്റ്ററാണ്. അപ്പോൾ കാട്ടിലെ കാട്ടുമൃഗങ്ങൾ കാടും അവിടുത്തെ ജലവും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കാട്ടുമൃഗങ്ങൾ തയ്യാറാക്കിയ പോസ്റ്റർ എങ്ങനെയായിരിക്കും? കാടും മഴയും ഇല്ലെങ്കിൽ ഭൂമിയിൽ ജീവനില്ല. കാടും മഴയും ഇല്ലെങ്കിൽ ഭൂമിയിൽ ജീവനില്ല. മറ്റൊരു പോസ്റ്റർ എങ്ങനെ തയ്യാറാക്കാം? മഴയില്ലെങ്കിൽ ജലമില്ല, ജലം ജീവന്റെ ആധാരം. മഴയില്ലെങ്കിൽ ജലം ഇല്ല, ജലം ജീവന്റെ ആധാരം. അതുപോലെ ഇതിങ്ങനെ കാടും ജലവും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്റർ തയ്യാറാക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്തതാണ് പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾ എത്ര കിളിയുടെ പാട്ടറിയാം, എത്ര മരത്തിൻ തണലറിയാം, എത്ര പുഴയുടെ കുളിരറിയാം, എത്ര പഴത്തിൻ രുചിയറിയാം, എത്ര പൂവിൻ മണമറിയാം, അറിഞ്ഞിടുമ്പോൾ അറിയാൻ നമ്മൾക്കറിയാൻ ഒത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി. ഇത് ആരുടേതാണ്? പി മധുസൂദനൻ എഴുതിയ ഒരു ചെറിയ കവിതയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആരാണ് എഴുതിയിട്ടുള്ളത് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ആരാണ്? പി മധുസൂദനൻ. ആരാ? പി മധുസൂദനൻ. അപ്പോൾ നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പി മധുസൂദനന്റെ എത്ര കിളിയുടെ പാട്ടറിയാം എന്ന കവിതയിൽ നിന്നുള്ള വരികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ആദ്യത്തെ സെന്റൻസ് എന്തായിരിക്കണം? ആരെഴുതിയ, എന്താണ് എഴുതിയത്, അതിലെ വരികളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് എന്നാണ് എഴുതാനുള്ളത്. പി മധുസൂദനന്റെ എത്ര കിളിയുടെ പാട്ടറിയാം എന്ന കവിതയിൽ നിന്നുള്ള വരികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി ഈ കവിതയിൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് എഴുതാനുള്ളത്. പ്രകൃതിയോട് നമുക്കുള്ള ബന്ധത്തെയാണ് കവി ഈ കവിതയിൽ സൂചിപ്പിക്കുന്നത്. പ്രകൃതിയോട് നമുക്കുള്ള ബന്ധത്തെയാണ് കവി ഇതിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം എഴുതാനുള്ളത് ആരാണ് എഴുതിയത്, ഏത് കവിതയിൽ നിന്നുള്ളതാണ് ഈ ഭാഗം, എന്നിട്ട് എന്താ എഴുതാനുള്ളത്? ഈ കവിതയിൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അതാണ് രണ്ടാമത് എഴുതാനുള്ളത്. മൂന്നാമത് എന്ത് ചെയ്യാം? അതിലെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ അങ്ങ് എഴുതാം. കവിത 2-3 പ്രാവശ്യം വായിക്കുമ്പോൾ എന്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അതെന്ത് ചെയ്യുക? വിശദീകരിച്ച് അങ്ങ് എഴുതുക. നമുക്ക് ചുറ്റും എന്തെല്ലാം ഉണ്ട്, എന്നാൽ പലതിനെ കുറിച്ചും നമുക്ക് ഒന്നും അറിയില്ല. നമുക്ക് ചുറ്റും എന്തെല്ലാം ഉണ്ടല്ലേ, എന്നാൽ പലതിനെ കുറിച്ചും നമുക്ക് ഒന്നും അറിയില്ല. കിളിയുടെ പാട്ട്, പൂക്കളുടെ മണം, പഴങ്ങളുടെ രുചി, പുഴകളുടെ സംഗീതം, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് അധികം ഒന്നും അറിയത്തില്ല. ഇതേക്കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിച്ചാൽ അധികം ഒന്നും നമുക്ക് അറിയത്തില്ല. എത്രയൊക്കെ അറിഞ്ഞാലും ഒടുവിൽ അറിയാൻ ഒത്തിരി ബാക്കിയുണ്ടെന്ന് നാം തിരിച്ചറിയുന്നു. നമ്മൾ എത്രയൊക്കെ അറിഞ്ഞാലും ഇനിയും ഒത്തിരി അറിയാൻ ബാക്കിയുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നു. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ട നാം അനുദിനം അതിൽ നിന്നും അകന്നകന്നു പോകുന്നു. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ട നാം അനുദിനം അതിൽ നിന്നും നാം എന്ത് ചെയ്യുന്നു? അകന്നകന്നു പോകുന്നു. പ്രകൃതി നൽകുന്ന സൗഭാഗ്യങ്ങളുടെ വലിപ്പം നാം തിരിച്ചറിയുന്നില്ല. പ്രകൃതി നമുക്ക് ഒരുക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? തിരിച്ചറിയുന്നില്ല. ഇവയുടെ എല്ലാം അന്വേഷണങ്ങളിലേക്ക് നമ്മെ നയിക്കാനാണ് കവി ശ്രമിക്കുന്നത്. അത് അന്വേഷിച്ച് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ, അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് കവി ഈ കവിതയിലൂടെ കവി ശ്രമിക്കുന്നത്. ഇത് നിങ്ങൾ എഴുതിയിരിക്കണം. ഓക്കെ, ഇനി ടീച്ചർ പറയാൻ പോകുന്നു. ആദ്യം ഏത് കവി ഏത് കവിതയിലുള്ളതാണ് എന്ന് എഴുതുക. രണ്ടാമത് ഈ കവിതയിൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് എഴുതുക. മൂന്നാമത് എന്ത് ചെയ്യണം? ആ കവിതയിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എന്ന് എഴുതുക. ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ഏത് ആസ്വാദനക്കുറിപ്പ് എഴുതിയാലും അതിൻ്റെ അവസാനം എഴുതി ചേർക്കുക കേട്ടോ. നിങ്ങൾ ഏത് ആസ്വാദനക്കുറിപ്പിൻ്റെ ഒരു ചോദ്യം എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അവസാനം ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ എഴുതി ചേർത്തേ മതിയാവൂ. എന്താണ്? അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും ചോദ്യങ്ങളുടെയും ആവർത്തനം കവിതയ്ക്ക് പ്രത്യേക ഭംഗി നൽകുന്നു.
അപ്പോൾ ചോദ്യങ്ങളില്ല എങ്കിൽ അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും ആവർത്തനം കവിതയ്ക്ക് പ്രത്യേക ഭംഗി നൽകുന്നു. എന്തൊക്കെയാ? അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും ചോദ്യങ്ങളുടെയും ആവർത്തനം. നിങ്ങൾക്ക് നൽകുന്ന കവിതയിൽ ചോദ്യങ്ങളില്ല എങ്കിൽ അത് വേണ്ട കേട്ടോ. അക്ഷരങ്ങളും പദങ്ങളും എന്തായാലും എഴുതുക. അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും അല്ലെങ്കിൽ വാക്കുകളുടെയും. അക്ഷരം കഴിഞ്ഞാൽ അക്ഷരം ചേർന്ന വാക്കല്ലേ, ഓർമ്മിക്കുക. അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും ആവർത്തനം കവിതയ്ക്ക് പ്രത്യേക ഭംഗി നൽകുന്നു. ചൊല്ലി രസിക്കാൻ എളുപ്പമാണെങ്കിലും കവിതയുടെ ആശയങ്ങൾ നമ്മെ ചിന്തിപ്പിക്കാൻ ശക്തിയുള്ളതാണ്. ചൊല്ലി രസിക്കാൻ ഈ കവിത എളുപ്പമാണെങ്കിലും കവിതയുടെ ആശയങ്ങൾ നമ്മെ ചിന്തിപ്പിക്കാൻ ശക്തിയുള്ളവയാണ്. ഇങ്ങനെ ഇതുപോലുള്ള സെന്റൻസുകളിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ? അവസാനിപ്പിക്കാവൂ. എന്നാൽ മാത്രമേ അതൊരു ആസ്വാദന കുറിപ്പായിട്ട് മാറുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എഴുതാനായിട്ട് നിങ്ങൾ മറക്കരുത്. അടുത്ത ചോദ്യം, പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെക്കുറിച്ച് എഴുതുക. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുവാൻ പോകുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെക്കുറിച്ച് എഴുതുക. ഇവിടെ മീനു ഹരിത വിദ്യാലയം പരിസ്ഥിതി ക്ലബിലെ അംഗമാണ്. മീനു ഹരിത വിദ്യാലയം പരിസ്ഥിതി ക്ലബിലെ അംഗമാണ്. ക്ലബിലെ അംഗമായതിനു ശേഷം അവൾ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവാണ്. അവളും കൂട്ടുകാരും ചേർന്ന് വഴിയോരത്ത് തണൽ വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിക്കുവാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ മീനു ചെയ്യാൻ പോകുന്നത് വഴിയോരത്ത് തണൽ വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിക്കുക എന്നൊരു കാര്യമാണ് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. ഇനി ഈ പ്രവർത്തനം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം എന്നാണ് എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ എഴുതാം. പരിസ്ഥിതി സംരക്ഷണവുമായി നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്? മഴക്കുഴി നിർമ്മാണം, ഇതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് എഴുതാം. ഇവിടെ ടീച്ചർ പറയുന്നത് വഴിയോരത്ത് തണൽ വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിക്കുവാൻ തീരുമാനിച്ചു. അപ്പോൾ വച്ചുപിടിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ നേട്ടങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. എന്തൊക്കെ നേട്ടങ്ങളുണ്ട്? തണൽ വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിക്കണം, അതുകൊണ്ട് ധാരാളം ഗുണങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇവിടെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? തണൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുകയാണ്. തണൽ വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിക്കണം, അതുകൊണ്ട് ധാരാളം ഗുണങ്ങൾ ഉണ്ടാകും. യാത്രക്കാർക്ക് തണലുണ്ടാകും, വിശ്രമിക്കാൻ ഒരിടം കിട്ടും, പഴങ്ങളുണ്ടായാൽ വിശക്കുന്നവർക്കും പക്ഷികൾക്കും ആഹാരം കിട്ടും, പക്ഷികൾക്ക് കൂടുകൂട്ടാൻ ഒരിടം ആകും, മണ്ണൊലിപ്പ് തടയാം. അപ്പോൾ ഇവിടെ ടീച്ചർ 5 കാര്യങ്ങൾ പറഞ്ഞു. യാത്രക്കാർക്ക് തണൽ കിട്ടാൻ തണൽ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. വിശ്രമിക്കാൻ ഒരിടമാകും, പഴങ്ങളുണ്ടായാൽ വിശക്കുന്നവർക്കും പക്ഷികൾക്കും ആഹാരമാകും, പക്ഷികൾക്ക് കൂട്ടുകൂടാൻ ഒരിടമാകും, മണ്ണൊലിപ്പ് തടയാം. ഇതെല്ലാം എന്താണ്? വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് തണൽ വൃക്ഷങ്ങൾ വച്ച് പിടിപ്പിക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ കാര്യങ്ങളാണ് എടുത്തത്. ഇതുപോലെ നിങ്ങൾക്ക് എന്താണോ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാം. അത് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, മനുഷ്യരുടെ ഇടപെടൽ മൂലം മഞ്ചാടിക്കാട് നശിക്കുന്നത് കണ്ട് സിംഹം മൃഗങ്ങളുടെ ഒരു യോഗം വിളിച്ചു. അപ്പോൾ മനുഷ്യരുടെ ഇടപെടൽ മൂലം മഞ്ചാടിക്കാട് നശിക്കുന്നത് കണ്ട് സിംഹം എന്ത് ചെയ്തു? സിംഹരാജാവ് മൃഗങ്ങളുടെ ഒരു യോഗം വിളിച്ചു. അതിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന കലമാൻ യോഗം കഴിഞ്ഞ് വന്ന മുയലിനോട് അവിടെ നടന്ന യോഗത്തെക്കുറിച്ച് ചോദിച്ചു. എന്തായിരിക്കും അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക? അപ്പോൾ യോഗം വിളിച്ചു. യോഗത്തിന് പോയിട്ട് വന്ന മുയലിനോട് കലമാൻ എന്താണെന്ന് സംസാരിച്ചതെന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ സിംഹം എന്ത് ചെയ്യാണ്? മനുഷ്യരുടെ ഇടപെടൽ മൂലം അവിടെ ഒരു യോഗം വിളിച്ചു. അവിടെ എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? അതും നമുക്ക് ചോദിച്ചാൽ എഴുതാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് അങ്ങ് എഴുതിക്കൊള്ളണം കേട്ടോ. ഇവിടെ ടീച്ചർ കുറച്ച് നിങ്ങൾക്ക് ഐഡിയാസ് തരും. ആ ഐഡിയാസ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം? നിങ്ങൾ അതിനെ വിശദീകരിച്ചങ്ങ് എഴുതിക്കൊള്ളണം. ഓക്കെ, കലമാൻ ചോദിക്കുകയാണ്, മുയലമ്മാവ യോഗത്തിന് പോയിരുന്നോ? മുയലമ്മാവ യോഗത്തിന് പോയിരുന്നോ? മുയൽ പറയാണ്, യോഗം കഴിഞ്ഞ് വരുന്ന വഴിയാണ്, നീ എന്താ വരാത്തത്? യോഗം കഴിഞ്ഞ് വരുന്ന വഴിയാണ്, നീ എന്താ വരാത്തത്? അപ്പൊ കലമാൻ പറയാണ്, ഞാൻ അങ്ങോട്ട് വരുമ്പോൾ തോക്കുമായി 2 പേർ വരുന്നത് കണ്ടു. ഞാൻ ഇത്രയും നേരം ഒളിച്ചിരിക്കുകയായിരുന്നു. കണ്ടോ മനുഷ്യരുടെ ഇടപെടൽ കണ്ടോ? ഞാൻ അങ്ങോട്ട് വരുമ്പോൾ, യോഗത്തിനായിട്ട് വരുമ്പോൾ തോക്കുമായി 2 പേർ വരുന്നത് കണ്ടു. ഞാൻ ഇത്രയും നേരം ഒളിച്ചിരിക്കുകയായിരുന്നു.
അപ്പോൾ മുയൽ പറയുകയാണ്, ഈ മനുഷ്യർ വലിയ ശല്യമായല്ലോ, ഈ മനുഷ്യർ വലിയ ശല്യമായല്ലോ. അപ്പൊ കലമാൻ പറയാണ്, കാടിന്റെ വലിപ്പം കുറയുന്നു. കാരണം എന്താ? കാട്ടിലേക്ക് ആളുകൾ വീടുകൾ വെക്കുകയാണ് അല്ലേ. കാടിന്റെ വലിപ്പവും കുറയുന്നു. നമ്മൾ കാട്ടുമൃഗങ്ങൾ എവിടെ ജീവിക്കും, എന്തു തിന്നും എന്ന് കലമാൻ ചോദിക്കുകയാണ്. അപ്പൊ മുയൽ പറയാണ്, ഇതേക്കുറിച്ചൊക്കെ അവിടെ പറഞ്ഞു. സിംഹം, കരടി, പുലി തുടങ്ങിയ മൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യരെ ഭയപ്പെടുത്തും. അപ്പോൾ അവർ യോഗത്തിൽ എന്ത് തീരുമാനം എടുത്തു? ഇതേക്കുറിച്ചൊക്കെ അവിടെ പറഞ്ഞു. സിംഹം, കരടി, പുലി ഇതുപോലെ ഭയപ്പെടുത്തുന്ന മൃഗങ്ങൾ എന്ത് ചെയ്യും? നാട്ടിലിറങ്ങി മനുഷ്യരെ ഭയപ്പെടുത്തും. കലമാൻ, പിന്നെ അവർ അടങ്ങിയിരിക്കുമോ? മനുഷ്യർ പിന്നെ അടങ്ങിയിരിക്കുമോ എന്ന് കലമാൻ ചോദിക്കുകയാണ്. അപ്പോൾ മുയൽ പറയാണ്, കാടിനെയും മൃഗങ്ങളെയും സംരക്ഷിക്കണമെന്നുള്ള ആഗ്രഹമുള്ള മനുഷ്യർ നമ്മെ സഹായിക്കും. കാടിനെയും മൃഗങ്ങളെയും സംരക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ള മനുഷ്യൻ എന്ത് ചെയ്യും? നമ്മെ സഹായിക്കുമെന്ന് മുയൽ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തോക്കുമായിട്ട് വരുന്ന മനുഷ്യർ, അങ്ങനെ മൃഗങ്ങൾ ഒളിച്ചിരിക്കുന്നത്, കാടിന്റെ വലിപ്പം കുറയുന്നു, കാട്ടുമൃഗങ്ങൾ എവിടെ ജീവിക്കും, എന്തു തിന്നും, ഇനി എന്താ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മൃഗങ്ങൾ എന്ത് ചെയ്യും? നാട്ടിലിറങ്ങി മനുഷ്യരെ ഭയപ്പെടുത്തും. മൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യർക്കെതിരെ നിൽക്കും എന്ന്, ഇതൊക്കെ ഇതിൽ നിന്നുള്ള ആശയങ്ങളാണ്. ഓക്കെ ഓക്കെ ആരോഗ്യകരമായ ഭക്ഷണ ശീലത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ആരോഗ്യകരമായ ഭക്ഷണശീലം എന്താ നമുക്ക് എഴുതാം? മലയാളിയുടെ ഭക്ഷണശീലങ്ങൾ മാറി. മലയാളിയുടെ ഭക്ഷണശീലങ്ങൾ മാറി. ചക്കയും മാങ്ങയും മുമ്മാസം, ചേനയും ചേമ്പും മുമ്മാസം, താളും തകരയും മുമ്മാസം, അങ്ങനെ ഇങ്ങനെ മുമ്മാസം എന്ന രീതി മാറി. പുറത്തു നിന്നും ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് ഇന്ന് കാണുന്നത്. പണ്ട് മലയാളിയുടെ ഭക്ഷണശീലങ്ങൾ അങ്ങനെയാണോ? ചക്ക, മാങ്ങ, ചേന, ചേമ്പ്, താള്, തകരയും കാച്ചിലും ഇങ്ങനെ എല്ലാം കൊണ്ട് നിറഞ്ഞതായിരുന്നു അല്ലേ. എന്നാൽ ഇന്നോ പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയാണെന്ന് കാണുന്നത്. പെറോട്ടയും ഇറച്ചിയും, കുപ്പികളിൽ അടച്ചു വരുന്ന പാനീയങ്ങൾ, ഇവ നമ്മൾ ധാരാളമായി കഴിക്കുന്നു. പെറോട്ടയും ഇറച്ചിയും, കുപ്പികളിൽ അടച്ചു വരുന്ന പാനീയങ്ങൾ, ഇവയാണ് നമ്മൾ ധാരാളമായി കഴിക്കുന്നത്. അവയിൽ ചേരുന്ന നിറവും മണവും രുചിയും നൽകുന്ന രാസവസ്തുക്കൾ സമ്മാനിക്കുന്ന രോഗങ്ങളെക്കുറിച്ച് നാം അറിയുന്നില്ല. നമ്മൾ ഇങ്ങനെ വാങ്ങിക്കഴിക്കുന്ന ആഹാരത്തിൽ ചേർക്കുന്ന നിറവും മണവും രുചിയും നമ്മുടെ ശരീരത്തിൽ നൽകുന്ന രോഗങ്ങളെക്കുറിച്ച് നാം എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ, വൃക്ക തകരാറുകൾ തുടങ്ങി മാരകമായ രോഗങ്ങൾക്ക് നാം ഇങ്ങനെ അടിമകളാകുന്നു. നാടൻ ഭക്ഷണ രീതി കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തണം. അതിൻ്റെ രുചിയും ഗുണവും മനസ്സിലാക്കണം. അപ്പോൾ നാടൻ ഭക്ഷണ രീതി, നമ്മുടെ ചുറ്റുമുള്ള ചക്കയും മാങ്ങയും അതുപോലെ ചേമ്പും കാച്ചിലും അതിൻ്റെ ഒക്കെ രുചിയും ഗുണമൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇനിയെങ്കിലും പണം കൊടുത്ത് രോഗം വാങ്ങുന്ന നമ്മുടെ സമ്പ്രദായം അവസാനിപ്പിക്കണം. ഇനി എന്ത് ചെയ്യണം? പണം കൊടുത്ത് രോഗം വാങ്ങുന്ന നമ്മുടെ സമ്പ്രദായം അവസാനിപ്പിക്കണം. അതിനായി നല്ല ഭക്ഷണശീലങ്ങൾ നാം പിന്തുടരണം. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. ഇപ്പോൾ ഇപ്പോഴുള്ള ആഹാര രീതിയെക്കുറിച്ചും ഭക്ഷണശീലത്തെക്കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എഴുതുക. ഓക്കെ, കൃഷിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ ഏതൊക്കെയാ? കൃഷിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ കലപ്പ എന്തിനാ? നിലം ഉഴുതുമറിക്കാനാണ്. കൊഴു എന്തിനാ? കലപ്പയിൽ ഉറപ്പിക്കുന്ന ഉപകരണമാണ് കൊഴു കേട്ടോ. കലപ്പയിൽ ഉറപ്പിക്കുന്ന ഉപകരണം, അത് ചാല് കീറുന്നതും പൂട്ടുന്നതും ഒക്കെ ഈ കലപ്പയിൽ ഉപയോഗിക്കുന്ന കൊഴു ഉപയോഗിച്ചാണ്. നുകം എന്ന് പറഞ്ഞാൽ കലപ്പ വച്ച് കെട്ടുന്നതും പിന്നെന്താണ്, കാളകളുടെ കഴുത്തിൽ വയ്ക്കുന്നതുമായ ഉപകരണമാണ്. കലപ്പ വച്ച് കെട്ടുന്നതും കാളകളുടെ കഴുത്തിൽ വയ്ക്കുന്നതുമായ ഉപകരണമാണ് നുകം. തേവുകൊട്ട എന്താ? വെള്ളം തേവി ഒഴിക്കുന്ന കുട്ട. വെള്ളം ഇങ്ങനെ കോരി ഒഴിക്കുന്ന കുട്ടയില്ല, തേവുകൊട്ട എന്നാൽ വെള്ളം തേവി ഒഴിക്കുന്ന കുട്ട. വിത്തുവട്ടി എന്ന് പറഞ്ഞാൽ വിത്ത് വയ്ക്കാനുള്ള വട്ടി എന്ന് പറഞ്ഞാൽ പെട്ടി. ഓക്കെ, വിത്തുവട്ടി എന്ന് പറഞ്ഞാൽ വിത്ത് വിതയ്ക്കാനുള്ള വട്ടി. കളമാന്തി എന്താ? കളമാന്തി നിലത്തെ കള മാറ്റാനുള്ള ഉപകരണം. നിലത്തിലുള്ള കള മാറ്റാനുള്ള ഉപകരണമാണ് കളമാന്തി. മരം എന്ന് പറഞ്ഞാൽ നിലം പൂട്ടിക്കഴിഞ്ഞാൽ നിലം നിരപ്പാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മരം. അരിവാൾ എന്താ? നെല്ല് കൊയ്യുന്നതിനുള്ള ഉപകരണമാണ് അരിവാൾ. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ എഴുതാൻ പറഞ്ഞാൽ കലപ്പ എഴുതാൻ പറ്റുമല്ലോ. കലപ്പ എളുപ്പമല്ലേ? കലപ്പ നിലം ഉഴാനായിട്ട്
ഉപയോഗിക്കുന്നതാണ് കലപ്പ. തേവുകൊട്ട എഴുതാൻ പറ്റില്ലേ? തേവുകൊട്ട, വെള്ളം തേവി ഒഴിക്കുന്നതാണ് തേവുകൊട്ട. വിത്തുവട്ടി എഴുതാൻ പറ്റില്ലേ? വിത്തുവട്ടി, വിത്ത് വിതയ്ക്കാനുള്ള വട്ടി, ഇതെഴുതാം. കളമാന്തി എഴുതാം, നിലം മാറ്റാനുള്ള ഉപകരണം. അരിവാൾ എഴുതിക്കൂടെ? അരിവാൾ എളുപ്പമല്ലേ? നെല്ല് കൊയ്യുന്നതിനുള്ള ഉപകരണമാണ് അരിവാൾ. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ മനസ്സിലായല്ലോ. കലപ്പ ഇമ്പോർട്ടൻ്റ് ആണ്, തേവുകൊട്ട ഇമ്പോർട്ടൻ്റ് ആണ്, അരിവാൾ ഇമ്പോർട്ടൻ്റ് ആണ്, വിത്തുവട്ടി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കലപ്പ, തേവുകൊട്ട, വിത്തുവട്ടി, അരിവാൾ. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ് അതിനുള്ള പ്രയോജനമെന്ന് ടീച്ചർ പറഞ്ഞു. കലപ്പ നിലം ഉഴുതു മറിക്കാൻ, തേവുകൊട്ട വെള്ളം തേവി ഒഴിക്കാൻ, വിത്തുവട്ടി വിത്ത് വിതയ്ക്കാൻ, അരിവാൾ നെല്ല് കൊയ്യുന്നതിന് വേണ്ടി. ഓക്കെ, പഠിച്ചില്ലേ? മനസ്സിലായോ? ഇതുവരെ പഠിപ്പിച്ച എല്ലാം മനസ്സിലായോ? എക്സാമിന് ചോദിച്ചാൽ എഴുതാൻ ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പോവാണ്. പത്തായം. പത്തായത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? പത്തായം ചിലപ്പോൾ ആത്മകഥ എഴുതാനായിരിക്കും ഉള്ളത്. പത്തായം പണ്ട് കാലത്ത് ധാന്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ തടി കൊണ്ടുണ്ടാക്കിയ സംഭരണിയാണ് പത്തായം. എന്താ? പണ്ട് കാലത്ത് ധാന്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ തടി കൊണ്ടുണ്ടാക്കിയ സംഭരണിയാണ് പത്തായം. പത്താഴം എന്നും പറയാറുണ്ട്. വലിയ വീടുകളിൽ പ്രധാന വീടിൻ്റെ അടുത്തായി പത്തായപ്പുരകൾ നിർമ്മിക്കാറുണ്ടായിരുന്നു. പത്തായം വയ്ക്കാൻ പത്തായപ്പുര വലിയ വീടുകളിലൊക്കെ വീടിനോട് ചേർത്ത് നിർമ്മിക്കാറുണ്ട് കേട്ടോ. പണ്ട് വീടുകളുടെ തറകൾ മണ്ണും ചാണകവും കരിയും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് ഈർപ്പം കൂടാതെ സാധനങ്ങൾ സൂക്ഷിക്കാൻ പത്തായം ഏറെ സഹായകരമായിരുന്നു. പണ്ട് വീടുകൾ എങ്ങനെയായിരുന്നു? ഇപ്പോഴാണ് തറയിൽ ടൈൽസും സിമെൻറ്റും മാർബിളും ഒക്കെ വന്നിട്ടുള്ളത് കേട്ടോ. പണ്ട് വീടുകളുടെ തറകൾ എങ്ങനെയാണ്? മണ്ണും ചാണകവും കരിയൊക്കെ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് ഈർപ്പം കൂടാതെ, വെള്ളത്തിൻ്റെ അംശം കൂടാതെ, എന്നാൽ ചീത്തയായി പോത്തില്ലേ? അപ്പോൾ അതിന് അങ്ങനെയൊന്നും ഇല്ലാതെ സാധനങ്ങൾ സൂക്ഷിക്കാൻ പത്തായം ഉപയോഗിച്ചിരുന്നു. ഇരുമുറി പത്തായം എന്നാൽ ഒരു ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന്, 2 മുറിയുണ്ടെങ്കിൽ ഒരു മുറി വിത്തിന് എന്നൊരു പത്തായ ചൊല്ലുണ്ട് കേട്ടോ. ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന്. എന്താ? ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന് എന്ന ചൊല്ല് കൃഷിയുടെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി പത്തായം ഉണ്ടാക്കുന്ന തടി ഏതാണ്? പ്ലാവിൻ തടി. പ്ലാവ് അറിയാലോ, ജാക്ക് ഫ്രൂട്ട്, പ്ലാവിൻ തടിയാണ് പത്തായം പണിയാൻ ഉപയോഗിച്ചിരുന്നത്. എന്താ? പ്ലാവിൻ തടി. അപ്പോൾ പത്തായവുമായി ബന്ധപ്പെട്ട ഒരു പഴഞ്ചൊല്ല് ഏതാ? ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന്. പത്തായത്തിൻ്റെ മുകളിൽ തന്നെ പായ വിരിച്ച് കിടക്കാൻ പറ്റും. പത്തായത്തിൻ്റെ മുകളിൽ തന്നെ പായ വിരിച്ച് കിടക്കുകയും ചെയ്യും. അപ്പോൾ പത്തായത്തെക്കുറിച്ച് പറഞ്ഞത് എന്തൊക്കെയാണ്? പത്തായം എന്ന് പറയാം പണ്ട് കാലത്ത് ധാന്യങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതായിരുന്നു. വലിയ വീടുകളിൽ പത്തായ പുര ഉണ്ടായിരുന്നു പത്തായം വെക്കാൻ. വീടുകളുടെ തറ പണ്ട് ചാണകവും മണ്ണും കരി ഉപയോഗിച്ചതായതുകൊണ്ട് ഈർപ്പം കൂടാതെ സാധനങ്ങൾ കേടാകാതെ സൂക്ഷിക്കാനാണ് പത്തായം സഹായിച്ചിരുന്നത്. ഇനി അതിൽ പത്തായവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലേതാ? ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന്. ഇനി പ്ലാവിൻ തടിയാണ് പത്തായം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. പത്തായത്തിന് മുകളിൽ പായ വിരിച്ച് കിടക്കുകയും ചെയ്യാം. ഇനി എപ്പോഴാണ് പത്തായം നഷ്ടമായത്? നെൽകൃഷി നാമാവശേഷമായതോടെ പത്തായങ്ങളുടെ ആവശ്യവും ഇല്ലാതായി. കാരണം വിത്ത് സൂക്ഷിക്കാൻ വേണ്ടല്ലോ. നെൽകൃഷി അവസാനിച്ചതോടെ പത്തായങ്ങളുടെ ആവശ്യവും ഇല്ലാതായി. പത്തായം വീട്ടിനകത്തെ സ്ഥലം നഷ്ടപ്പെടുത്തുന്ന ഒന്നായി മാറി. പത്തായം കൊണ്ട് പ്രയോജനമില്ലാതെ വന്നപ്പോൾ പത്തായം വീട്ടിനകത്തെ സ്ഥലം നഷ്ടപ്പെടുത്തുന്ന ഒന്നായി മാറി. പിന്നെയോ ഇവ പാറ്റയുടെയും എലിയുടെയും സങ്കേതവുമായി. പിന്നെ ഇതിനകത്ത് വിത്താണോ? വിത്ത് മാറി പാറ്റയും എലിയൊക്കെ അങ്ങ് വീടായി ജീവിക്കാൻ തുടങ്ങി. പലരും പത്തായം പൊളിച്ച് മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. പത്തായം പൊളിച്ച് മറ്റാവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. പണ്ടൊക്കെ പത്തായം പണിയാൻ സമർത്ഥരായ ആശാരിമാരുണ്ടായിരുന്നു. തടിയും ധാരാളം കിട്ടുമായിരുന്നു. തടിവിലയും പണിക്കൂലിയും കൂടിയ കാലത്ത് പത്തായം ഉണ്ടാക്കാൻ ഇന്ന് ആരും തയ്യാറല്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പത്തായത്തിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഒന്ന് പത്തായത്തിന് ആത്മകഥ എഴുതാനോ പത്തായം ആർക്കെങ്കിലും കത്തയക്കുന്നതോ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് കത്തയക്കുന്നതോ, എന്തായാലും പത്തായത്തെക്കുറിച്ച് മനസ്സിലായല്ലോ എഴുതാനായിട്ട്. യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന്
ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.